നമസ്കാരം, വെട്ടം ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തിരൂർ സബ് ജയിലിൽ കുഴഞ്ഞു വീണ് മരിച്ച പോക്സോ കേസ് പ്രതി കോട്ടയിൽ അബ്ദുൾ റഷീദിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ തിരൂർ ജില്ലാസ്പത്രി മോർച്ചറിയിൽ പൂർത്തിയായി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അനന്താവൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കം. ശനിയാഴ്ച രാത്രിയാണ് ഇയാൾ തിരൂർ സബ് ജയിലിൽ കുഴഞ്ഞു വീണതും തുടർന്ന് തിരൂർ ജില്ലാസ്പത്രിയിൽ മരണപ്പെടുകയും ചെയ്തത്. തിരൂർ മുനിസിഫ് മജിസ്ട്രേറ്റ് ജെ ശ്രീജയുടെയും സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവിന്റെയും നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. ആദവനാട് ചെനപ്പുറം സ്വദേശി മാട്ടയിൽ അബ്ദുൾ റഷീദാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് ബസ്സിൽ പോകുന്നതിനിടെ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ച കേസിൽ തിരൂർ പോലീസ് പോക്സോ ചുമത്തി റഷീദിനെ അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ട് തിരൂർ കുറ്റിപ്പുറം സ്വകാര്യ ബസ്സിൽ വെച്ചാണ് സംഭവം. തിരൂർ ബിപിയങ്ങാടിയിൽ നിന്നും കാരത്തൂരിലേക്ക് ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനിയെ മദ്യപിച്ച് ലക്കുകെട്ട യുവാവ് ഉപദ്രവിക്കുകയായിരുന്നുവെന്നാണ് പരാതി. തുടർന്ന് വിദ്യാർത്ഥിനിയും യാത്രക്കാരും പ്രതിയെ പോലീസിൽ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ബസ് ജീവനക്കാർ പ്രതിയെ വഴിയിൽ ഇറക്കിവിട്ടു. വിദ്യാർത്ഥി വീട്ടിലെത്തി വീട്ടുകാരോട് വിവരം അറിയിക്കുകയും പിതാവും സുഹൃത്തുക്കളും പ്രതിയെ തിരഞ്ഞ് തിരൂരിലെത്തി. ഇതിനിടെ തിരൂർ കേച്ചിപ്പടി ബീവറേജിന് സമീപത്ത് വെച്ച് പ്രതിയെ കണ്ടെത്തുകയും തിരൂർ പോലീസിന് കൈമാറുകയുമായിരുന്നു. തിരൂർ മുനിസിഫ് മജിസ്ട്രേറ്റ് ജെ ശ്രീജയുടെയും സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവിന്റെയും നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. SP ശശിധരൻ, തിരൂർ DYSP മുഹമ്മദ് ഷംസ്, താനൂർ DYSP VV ബെന്നി, CI MK രമേശ്, SI AR നിഖിൽ, തിരൂർ സബ് ജയിൽ സൂപ്രണ്ട് രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഷെരീഫയാണ് മരണപ്പെട്ട അബ്ദുൾ റഷീദിന്റെ ഭാര്യ. റാഷിദ്, മുർഷിദ്, റിഷാദ എന്നിവർ മക്കളാണ്. കൂലിപ്പണിക്കാരനായ അബ്ദുൾ റഷീദ് വർഷങ്ങളായി ഭാര്യയെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് തറവാട്ടിലാണ് താമസം. വെട്ടം ന്യൂസ്, തിരൂർ.